ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രകാശനം നിർവഹിച്ചു. സ്ഥാനമൊഴിഞ്ഞ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയ്ക്ക് ലോഗോ കൈമാറിയാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രകാശനം നിർവഹിച്ചത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അതുപോലെ അഗ്രികൾച്ചർ വെറ്റിനറി അതുപോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയേറെ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന പഠിക്കുന്ന കേരളം മുഴുവൻ സെൻറ്ററുകളുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. 22,000 സ്റ്റുഡൻസ് പഠിക്കുന്നു. ഈ യൂത്ത് ഹോസ്റ്റലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചു, യൂത്ത് ഹോസ്റ്റൽ എങ്ങനെയാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്ന, എത്ര ആളുണ്ടാവും, എങ്ങനെയാണ്? 3000 പാർട്ടിസിപ്പൻസ് ഉണ്ടാവും എന്നാണ്. അത് വലിയൊരു നമ്പർ തന്നെയാണ് യൂത്ത് ഹോസ്റ്റൽ എന്നത്. 9-10 തീയതികളിലാണ് സർവകലാശാലയുടെ പാരാധിഷ്ഠിതകൾ പിന്നിട്ടിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാം കൂടെ 28 കോഴ്സുകളായി, 28 കോഴ്സുകൾ. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പുതിയ കോഴ്സുകളെ പറ്റി ഇപ്പോഴും നടത്താൻ പറ്റുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ എത്തിക്കാൻ സർവകലാശാലയാണ്. നിലവിലുള്ള കൺവെൻഷണൽ കോഴ്സുകൾ കുറച്ച് തുടരുന്നുണ്ട്. കൊല്ലം നീരാവിൽ സ്വദേശിയായ ഗ്രാഫിക് ഡിസൈനർ UM ബിന്നിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. ബിന്നിയെയും ചടങ്ങിൽ ആദരിച്ചു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ SV സുധീർ, രജിസ്ട്രാർ ഡോക്ടർ ഡിംബി V ദിവാകരൻ, കലോത്സവ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ബിജു K മാത്യു, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.